യേശുവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോഴും ഒരു ക്രിസ്ത്യാനിയായി തുടരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് മദർ തെരേസ പറഞ്ഞത് ഈ ഒരു വാചകമാണ്. മുന്തിരിച്ചെടിയായ ഈശോയോട് ശാഖയായ ഞാൻ ചേർന്ന് നിന്നാൽ മാത്രമേ എനിക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കൂ. അവിടുത്തെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പിയർ 4:13 ആ വചനം. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കൂ എന്നുള്ള വിശ്വാസം അനേകർക്ക് ഉണ്ട്. എന്നാൽ കുറേ പേര് അങ്ങനെ ചിന്തിക്കാതെ, യേശുവിൽ ആശ്രയിക്കാതെ സ്വയം ആശ്രയിക്കാനും മറ്റുള്ളവരിൽ ആശ്രയിക്കാനുമൊക്കെ ശ്രമിച്ച് ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. കർത്താവ് നഗരം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് എന്ന് സങ്കീർത്തകൻ പോലും പറഞ്ഞത് ഈ ഒരു ചിന്തയിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിവ് ഉണ്ടെങ്കിൽ അത് ദൈവം തന്ന ദാനം മാത്രമാണ്. ദൈവത്തോട് ചേർന്ന് നിന്ന് അധ്വാനിക്കുമ്പോഴാണ് യഥാർത്ഥ ഫലം നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ തീർത്തും ലൗകികമായ കുറേ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ഒരു മൂഢസ്വർഗത്തിൽ ലൗകിക സംതൃപ്തിയിൽ നമ്മൾ ചിലപ്പോൾ ജീവിച്ചെന്ന് വരാം. യഥാർത്ഥ ആത്മീയ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് തമ്പുരാൻ ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങൾ അവിടുത്തോട് ചേർന്ന് നിന്ന് പുറപ്പെടുവിക്കുമ്പോഴാണ്. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.